കൂടുതൽ നേരം പഠിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമായി വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അധ്യയന വർഷത്തിൽ LP സ്കൂളിൽ, UP സ്കൂളിൽ, ഹൈസ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൂടുതൽ സമയം പാഠപുസ്തകങ്ങളുമായി മല്ലിടേണ്ടി വരും. പക്ഷെ നമുക്കതിന് പോസിറ്റീവായി കാണാം. കൂടുതൽ വിദ്യ സമ്പാദിക്കുന്ന കുഞ്ഞുങ്ങളായി വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള രീതിയിൽ സമീപിക്കാം. എന്തായാലും കോടതിയുടെ അന്ത്യശാസ്ത്രത്തിന് പിന്നാലെ എങ്ങനെയാണ് ആ കൂടുതൽ സമയം വരുന്നതെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. ഹൈസ്കൂൾ ക്ലാസുകൾ അരമണിക്കൂർ വീതമാണ് നിലവിലുള്ളതിനേക്കാൾ അരമണിക്കൂർ വീതമാണ് ഇനി അധ്യയന സമയം കൂടുക. അതായത് സമയം രാവിലെ ഒരു 9:45 മുതൽ വൈകിട്ട് 4:15 വരെ. അതായത് 4 മണിക്ക് കേൾക്കുന്ന ആ ബെൽ അല്ലെ, നമ്മളുടെയൊക്കെ ഗൃഹാതുരതയുടെ ഭാഗമായ 4 മണി ബെൽ ഇനി ഉണ്ടാവില്ല, അത് 4:15. ഒപ്പം ഹൈസ്കൂളുകൾക്ക് 6 ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുമെന്നതാണ്. ഈ ശനിയാഴ്ച സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. പക്ഷേ നിവൃത്തിയില്ല, 6 ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. 205 പ്രവൃത്തി ദിനങ്ങളാണ് ഹൈസ്കൂളിൽ അപ്പോൾ ആകെ ഉണ്ടാവുക. ഒപ്പം UP ക്ലാസ്സുകൾക്കുമുണ്ട് അധിക പ്രവൃത്തി ദിനങ്ങൾ. അത് 2 ശനിയാഴ്ചകളിൽ അവർക്ക് ക്ലാസ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ 200 പ്രവൃത്തി ദിവസമാണ് അവർക്കുണ്ടാവുക. ഇനി LP സ്കൂളിലെ കുറച്ചുകൂടി ചെറിയ കുട്ടികളാണ്. LP സ്കൂളിലെ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. 800 മണിക്കൂറാണ് LP സ്കൂളുകൾക്ക്. ശനിയാഴ്ച പക്ഷേ പ്രവൃത്തി ദിനമല്ല എന്നുള്ളത്. അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ സാധാരണ പോലെ ശനിയും ഞായറും അവധിയെടുത്ത് തിങ്കളാഴ്ച സ്കൂളിൽ പോകാം. LP സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആകെയുള്ള പഠന മണിക്കൂറുകൾ എന്ന് പറയുന്നത് 800 മണിക്കൂറാണ്. അതായത് നിലവിൽ തന്നെ 800 മണിക്കൂർ അവർക്ക് അധ്യയന സമയം ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ല എന്നതാണ്. UP സ്കൂളിൽ പക്ഷേ 1000 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കുകയാണ് ഈ പ്രവൃത്തി സമയം കൂട്ടിക്കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത്. അത് ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ 1200 മണിക്കൂർ കൂടി ആയിരിക്കുകയാണ്. എന്തായാലും നിയമപരമായ നിർദ്ദേശം ഒക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം തീരുമാനം എടുക്കുന്നത്. ഈ അധ്യയന വർഷം കുറച്ചുകൂടി മണിക്കൂറുകൾ പാഠപുസ്തകങ്ങളിലേക്ക് മുഴുകേണ്ടി വരും, പാഠ്യേതര വിഷയങ്ങളിൽ ചെലവഴിക്കേണ്ടി വരും. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ക്ലസ്റ്റർ പരിശീലനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർ തൂമ്പ പഠനം അടക്കം നടക്കുന്നു. 2ാം തീയതി ക്ലാസ് തുടങ്ങുമ്പോൾ സർക്കാർ സ്കൂളിൽ ആദ്യത്തെ 2 ആഴ്ച സന്മാർഗ പഠനമാണ്. പുസ്തകം കൊണ്ടുപോകേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യം നമുക്കറിയാം. ലഹരി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക എല്ലാവർക്കും ഉള്ളപ്പോൾ അതൊക്കെ കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഒന്നുകൂടി പറയട്ടെ, ഭാഷാജ്ഞാനം വേണ്ട വിധത്തിൽ ഉണ്ടോ എന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും സംസ്കൃതമായാലും അറബിക്കായാലും ഒക്കെ ഏത് ഭാഷ പഠിക്കുമ്പോഴും അതിൻ്റെ ശുദ്ധിയോടുകൂടി പഠിപ്പിക്കാൻ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പ്രത്യേകിച്ചും കഴിയട്ടെ എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ നിമിഷമുണ്ട്. കാര്യം കൂടി അധ്യാപകരോട് പറഞ്ഞു വെക്കുന്നു. ഹൈസ്കൂളിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ മണിക്കൂറുകൾ സ്കൂളുകളിൽ ചെലവഴിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ ഒരു കൗമാര ദശയിലേക്ക് കടക്കുന്ന സമയമാണ്. കൂടുതൽ അധ്യയന സമയം എന്ന് പറയുന്നത് അവർക്കൊരു സമ്മർദ്ദമാകാതെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അത് സാമൂഹ്യ ഉത്തരവാദിത്തമാണ്, പറഞ്ഞു വെക്കും. അധ്യയനത്തിന്റെ മൂല്യം കൂടിയാണ് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കേണ്ട പ്രധാന ഘടകം. അത് വർണ്ണക്കൂടാരമടക്കം വലിയ പദ്ധതികളുടെ സർക്കാർ സംവിധാനങ്ങൾ വിപുലീകരിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ വരുന്നു എന്ന ആശങ്ക ഇത് അനുഭവങ്ങളിൽ നിന്നുകൂടി പറയുകയാണ്. ഇപ്പോഴും പല സ്കൂളുകളിലുമുണ്ട്. അതിനൊരു മാറ്റം വരട്ടെ. സർക്കാർ സ്കൂളുകളെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ അവിടുത്തെ എല്ലാ സംവിധാനങ്ങൾക്കും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ കഴിയട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്.